അതുപോലെ ചെയ്യണം. അല്ലാതെ വെറുതെ വാ തുറക്കേണ്ട ആവശ്യമില്ല. നീ നിന്റെ കാലുകൾ ഒന്നാകത്തി കൊടുത്ത മാത്രം മതി. സേട്ട് വന്നല്ലോ, നാണിക്കാതെ കയറി വാ സേട്ടെ, നന്നായി ആസ്വദിച്ചാട്ടെ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. വീട്ടിലൊക്കെ നമുക്ക് പിന്നെ പോവാന്നേ. മോള് വാ. വാ മോളെ, വാ മോളെ. चली कहाँ चोरी चोरी हवा से है बंदी डोरी रे। घूमे गोरी चली कहाँ चोरी चोरी हवा से है बंदी डोरी रे। शर्म छोड़ी थोड़ी थोड़ी नैनों की बोले छोड़ी शर्मी करने दे। घूमे गोरी चली कहाँ चोरी चोरी हवा से है बंदी डोरी रे। അതൊന്നും സാരമില്ല ഗംഗ. ശീലാമാസി അകത്തേക്ക് വരാൻ പറഞ്ഞു. അയ്യോ രമ്യ, എന്നോട് തനിച്ചാക്കി പോവല്ലേ, എനിക്ക് ഇവിടെ എന്തോ പേടി തോന്നുന്നുണ്ട്. പേടിക്കണ്ടെന്നേ, ഇത് നമ്മുടെ മാസിയുടെ സ്വന്തം സ്ഥലല്ലേ. ഞാനൊന്ന് മാസി കണ്ട് പെട്ടെന്ന് വരാം. മാസി ഈ രമ്യക്കിനെ സമ്മതിച്ചേ പറ്റൂ. നല്ല സൗന്ദര്യബോധമുണ്ടാവില്ല. രമ്യക്കിന്റെ മാസിയാണ്. അല്ലാതെ ഇന്നു മുതൽ നിന്റെയും മാസി, ഷീലാ മാസി. വാ, ഇങ്ങ് അടുത്തോട്ട് വാ. ശീലാമാസി, സാധനങ്ങൾ വെക്കാൻ അകത്തേക്ക് വിറ്റത് 500 രൂപയ്ക്കാ. ഈ വെള്ളം കുടിക്കാൻ എനിക്ക് വീട്ടിൽ പോയാലേ മതി. ബലം പ്രയോഗം
അവസാനത്തെ ഓർമ്മയാണ്. മാസി! ചായം പൂശിയതൊക്കെ മതി. ആണുങ്ങൾക്ക് നിങ്ങളുടെ മുഖമല്ല ശരീരാണ് വേണ്ടത്. പെട്ടെന്നാവട്ടെ, സമയായില്ലേ? ആരെങ്കിലും ഒന്നാ വിളക്ക് കത്തിക്ക്. ഈ കച്ചവടത്തിന്റെ സമയത്താ. ഗംഗ, ജഗൻ ചേട്ടന് നിന്നെ ശരിക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. 20 രൂപ അധികം തന്നിട്ടുണ്ട്. ഞാൻ ഗംഗയല്ല സേട്ടെ, എനിക്കൊരു പുതിയ പേര് തന്നിട്ടുണ്ട്, ഗംഗു. ഒരു നാൾ ഭരിക്കുമെന്നും അയാൾ പറഞ്ഞു. അയാൾക്ക് ഭ്രാന്താണ്. നിന്റെ ആദ്യത്തെ ശമ്പളം. നീ എന്ത് ഭ്രാന്താണ് കാണിക്കുന്നത്? പഴയ ഗംഗയില്ല. ഗുരുവിനെ വിശക്കുന്ന ശീലാവാസി. ഭക്ഷണം എവിടെയുള്ളത്? അയ്യോ, ഇത് സ്വർണ്ണല്ലേ? നിനക്കിത് എവിടെ നിന്ന് കിട്ടി? എനിക്ക് ഒരുപാട് കാമുകന്മാരില്ലേ, നീ ഇത് വെച്ചോ. പുറത്താണുങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട്. എല്ലാരും പെട്ടെന്ന് ഇറങ്ങ്. ഇന്ന് ആരും പണിക്കിറങ്ങില്ല. എല്ലാരും സിനിമ കാണാൻ പോവുക ഈ ഗംഗുവിന്റെ കൂടെ. പിള്ളേരെ, നമുക്ക് പോവാം. മാസിക്കുന്നേ പിടിപ്പന് പണിയുണ്ട്. നടക്കണേ. ശീലാവാസി, നിന്നെ ഞാനിവിടെ പാഴിക്കില്ലേ? എടി, നിന്റെ ദേവാനന്ദന്റെ സിനിമയെ ഇവിടെയാ. രാത്രി ഷോ ഞാൻ കാണിച്ചു തരാം. കൂടെ പോര്. ഒരു ദിവസം ഞങ്ങളൊന്ന് സമാധാനത്തോടെ സിനിമ കാണാൻ സമ്മതിക്കില്ല. വാടി, സിനിമയോട് കയറാൻ. ഗംഗു, നിന്റെ കാശ് മുഴുവൻ വെള്ളത്തിലായില്ലേ? പോരാത്തതിന് അടിയും പിടിയും. ദേവാനന്ദനെ കണ്ടല്ലോ, എനിക്ക് അത് മതി. നീ സുഖായിട്ട് ഉറങ്ങാം. ഗംഗു, എനിക്കൊരു കത്ത് എഴുതി തരുമോ? ആർക്കൊക്കെ ഞാൻ എഴുതണം? എന്റെ അച്ഛനാ.
ആദ്യമേ മാപ്പ് ചോദിക്കട്ടെ. അച്ഛനെ വേദനിപ്പിച്ചതിന് എന്റെ വിഡ്ഢിത്തമായി കരുതി മാപ്പു തരണം. എപ്പോഴും ആലോചിക്കാറുണ്ട്, വീട് വിട്ടിറങ്ങുന്നതിന് മുമ്പ് ഒരു തവണ അച്ഛനെ വന്നൊന്ന് കണ്ടിരുന്നെങ്കിലെന്ന്. ചിലപ്പോ അച്ഛൻ എന്നെ തടഞ്ഞേനെ. പക്ഷെ എന്നെ ഓർത്ത് വിഷമിക്കരുത്, ഞാനിവിടെ സന്തോഷവതിയാണ് എന്ന് അച്ഛന്റെ പ്രിയപ്പെട്ട ഗംഗ. ഗംഗു, പുതിയൊരാള് വന്നിട്ട് അയക്ക് നിന്നെയാണ് വേണ്ടത്. ഈ സമയത്തോ? നമ്മക്ക് അങ്ങനെ ഇന്ന സമയം നോക്കി ഉണ്ടോ? നീ ഒന്ന് പെട്ടെന്ന് ഒരുങ്ങിക്കേ. ബാക്കി എല്ലാവരും അകത്തേക്ക് വെക്കോ. ആ വാതിലും ജനലും കൂടെ അങ്ങ് അടച്ചേക്ക്. എടേ, നീ അയാളെ വേണ്ട വിധം ഒന്ന് സന്തോഷിപ്പിച്ചേക്കണേ. സുന്ദരേ, മാസിയുടെ ആവശ്യം നമ്മളിൽ വരുമ്പോൾ പത്രം ഒരു കാപ്പി കുടിക്കുന്നു. വേണ്ട വേണ്ട. ഒരു പത്രം തന്നെ. പൊക്കോ. നമ്മളിവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഗംഗു, ആ പത്താൻ വന്നിട്ടുണ്ട്. നാളെ നിങ്ങൾക്ക് അതുപോലെ ചോദിക്കാൻ. ഇനി ഇവിടെ മാസി, അയാൾ എത്ര കാശ് തരാന്ന് പറഞ്ഞു? 4 ഇരട്ടി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. കേട്ടോ പിള്ളേരെ, കാശുണ്ടാക്കാനുള്ള ഒരവസരവും മാസി വാഴാക്കില്ല. അയാളെ വിളിക്ക്. നീ എന്ത് മണ്ടത്തരായി പറയുന്നത്? മതി, നിങ്ങളെല്ലാരും പൊക്കോ. എന്തെങ്കിലുമൊക്കെ ഒരു തവണ കൂടി കാണണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഇത്തവണ കുറച്ച് കൂടുതൽ മുറിവുകൾ ഞാൻ തരുന്നുണ്ട്. സ്ത്രീകളെ മർദ്ദിക്കാൻ നിനക്ക് നാടുള്ള ചെറ്റ്. എന്റെ കാശെടുക്കണം. എടാ, എന്റെ കാശെടുക്കാൻ. എടുത്തോണ്ട് കളടിയോടെ. ദാ, ഇവിടെ പോണം. പോണം.
മരിക്കുമ്പോ പോലും കാശിനോട് തന്നെയായിരുന്നു ആർത്തി. നിനക്ക് ഞങ്ങളുടെ പ്രസിഡന്റ് ആയിക്കൂടെ? നിനക്ക് മാത്രമേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിയൂ. അതേ ഗംഗു, നീ കാമാതിപുരയുടെ പ്രസിഡന്റ് ആയേ തീരൂ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഗംഗു, നീ ഞങ്ങളുടെ പ്രസിഡന്റ് ആയില്ലെങ്കിൽ സംരക്ഷിക്കാൻ വേറെ ആരില്ല. പ്രസിഡന്റ് ആകില്ലേ? പിള്ളേരെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ നീ പുതിയ വസ്ത്രം ധരിക്കണം. അതിന് പറ്റിയ ഒരാളെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഹേ അഫ്ഷാൻ, നാണിക്കാതെ കടന്നുവാടോ. നോക്കി നിൽക്കാതെ അളവെടുക്കണോ? പേരെന്താന്നാ പറഞ്ഞേ? അഫ്ഷാൻ, അഫ്ഷാൻ ബദർ റസാഖ്. അളവെടുക്ക്. എത്രയാ? 15. ഇതോ? 6, 7, 8. ഇതാ, മരത്തിനാണോ അളവെടുക്കുന്നത്? 34. 134. നിന്റെ ഹൃദയമിടിപ്പ് കാര്യമൊക്കെ കഴിച്ച് ഏതാ എടുക്കേണ്ടത്? ഏത് വേണമെങ്കിലും എടുത്തോളൂ, എല്ലാം വെളുപ്പല്ലേ. ഇങ്ങനത്തെ വെളുപ്പ്, ചന്ദ്രന്റെ വെളുപ്പോ, മേഘങ്ങളുടെ വെളുപ്പോ, കടലാസിന്റെ വെളുപ്പോ, അതോ റോസാപ്പൂവിന്റെയോ? പാലിന്റെ വെളുപ്പോ, മണ്ണിന്റെ വെളുപ്പോ, വെള്ളച്ചാട്ടത്തിന്റെ വെളുപ്പോ, ഉപ്പിന്റെ വെളുപ്പോ, അതോ മഞ്ഞിന്റെ വെളുപ്പോ? ഹംസത്തിന്റെ വെളുപ്പ്. जब सैया आए शाम को तो लग गए चांद मेरे नाम को। जब सैया आए शाम को तो लग गए चांद मेरे नाम को। सर पे रख के नाच फिरी मैं हर जलते हुए इल्जाम को। जब सैया आए शाम को तो लग गए चांद मेरे नाम को। जब सैया आए शाम को तो लग गए चांद मेरे नाम को। നീ ഞങ്ങളെ രക്ഷിക്കില്ലേ? നീ ഞങ്ങളുടെ പ്രസിഡന്റ് ആവില്ലേ ഗംഗു? ഗംഗു, നീ ഞങ്ങളെ രക്ഷിക്കില്ലേ? ഞങ്ങളുടെ പ്രസിഡന്റ് ആവില്ലേ? ഗംഗു, നിനക്കിതെന്താ പറ്റിയേ? എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല അഫ്ഷാൻ. കാരണം എനിക്ക് എന്റെ പിള്ളേരെ സംരക്ഷിക്കണം. കുറഞ്ഞ പക്ഷം ഒരാളെയെങ്കിലും നീ എന്നെ സഹായിക്കില്ലേ? എങ്ങനെ? നീ മധുവിനെ വിവാഹം കഴിക്കണം. പറ്റില്ല. അവളൊരു പാവം പെൺകുട്ടിയാണ്. നിനക്ക് നന്നായി ചേരും. ഗംഗു, അപ്പൊ നീ എന്നെ സ്നേഹിക്കുന്നില്ലേ? പറയുന്നത് മനസ്സിലാക്കൂ അഫ്ഷാൻ. നീ അവളെ സംരക്ഷിക്കണം, സ്നേഹിക്കണം. ശരി.
मारने के लिए कलेजा चाहिए खुद को मारने के लिए के घाट मौत के हर दिन उतरना पड़ता है ये इश्क दिल में मेरी जान उतारने ഗംഗുബായ്, के लिए മധു, എന്താ പണിയത്? അറിയാതെ പോയിട്ട് വാ മോളെ. सुना है कि उनको शिकायत बहुत है सुना है कि उनको शिकायत ഗംഗു, ഇലക്ഷന്റെ റിസൾട്ട് വന്നു. എന്നിട്ട് എടി നീ ജയിച്ചോ? ഗംഗു, അങ്ങനെ നീ ഞങ്ങളുടെ പ്രസിഡന്റായി. ഇനി ഈ കാമാധിപുരം ഭരിക്കുന്നത് നീയാണ്, ഞങ്ങളുടെ സ്വന്തം ഗംഗൂബായ്. ഡേയ്, കൊട്ടണ വേണം, നമുക്കിത് ആഘോഷിക്കണം. ढोलीड़ा ढोलीड़ा शेरवानी सही रे जी चलेगी घर में घुमा ढोलीड़ा ना ढोल बजा धम 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 ढोलीड़ा धम धम बजे ढोलीड़ा धम धम बजे ढोलीड़ा धम धम बजे गज गज रे ढोल पे हवा मारी 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 आरा सुरमा ഗിർജു, ആ പെട്ടി ഇങ്ങെടുത്തേ. ബായി, ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. നിനക്ക് ടി.വി. ഉള്ളതല്ലേ പോ. ചികിത്സ കഴിഞ്ഞിട്ട് പോയാ പോരെ. മരിക്കുന്നതിന് മുമ്പ് അമ്മയൊന്ന് കാണണമെന്നുണ്ട്. ചിലപ്പോൾ അമ്മ എന്നോട് ക്ഷമിച്ചെങ്കിലോ? ക്ഷമിച്ചില്ലെങ്കിൽ ഇങ്ങോട്ട് തന്നെ മടങ്ങി പോരും. ഇവിടെ എല്ലാരും എന്നെ കാത്തിരിക്കും. ഞാൻ വയ്ക്കോട്ടെ. ഹലോ, ടെലിഫോൺ എക്സ്ചേഞ്ച് അല്ലേ? അതെ. കത്യാവാടിയിലേക്ക് ഒരു കോള് ബുക്ക് ചെയ്യണമായിരുന്നു. നമ്പർ പറയൂ. 4234. കോൾ കണക്ട് ചെയ്യുകയാണ്. ലൈനിൽ തന്നെ തുടരുക. ഹലോ, ആരാ? അമ്മ, ഞാൻ ഗംഗയാണ്. അമ്മ, മനസ്സിലായി. അമ്മ, നമ്മുടെ വീടിന്റെ അലമാരയുടെ താക്കോല് ആരെയാണോ നീ ഇപ്പൊ വിളിച്ചത്? അല്ല, എനിക്കെപ്പോഴും അമ്മയുടെ ഓർമ്മ വരാറുണ്ട്. എന്നോടിപ്പോഴും ദേഷ്യാണല്ലേ? ശരി, അച്ഛൻ വീട്ടിലുണ്ടോ അമ്മ? എന്നോട് സംസാരിക്കും. ഇത് മരിക്കുമ്പോ ഒരു തുള്ളി ഗംഗാജലം പോലും കുടിച്ചിട്ടില്ല. നിന്റെ പേര് അതിലുണ്ടല്ലോ. സെക്കൻഡ് ബാക്കിയുണ്ട്. ഒരു സെക്കൻഡ്. അമ്മ എന്താ പറഞ്ഞത്? ഞാൻ കാരണം അച്ഛൻ. സെക്കൻഡ് ബാക്കിയുണ്ട്. ഏയ്! എന്തേ 30 സെക്കൻഡ് എന്താണോ? എന്റെ അച്ഛൻ മരിച്ചുപോയി. ആ വിഷമം ഞാൻ ഈ 30 സെക്കൻഡിൽ കറി തീർക്കണോ? കഴിഞ്ഞ 12 വർഷങ്ങളായി ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി എത്രമാത്രം കൊതിച്ചെന്നറിയോ? ഇതൊക്കെ ഞാൻ ഈ 30 സെക്കൻഡിൽ എങ്ങനെ പറയാനാണോ? ഗംഗു, കമലി, കമലി, ഗംഗു, കമലി, ഗംഗു, ലക്ഷ്മി, കമലി, കമലി,
പോയി